എറണാകുളത്തെ CPI നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണമുണ്ട്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ സെക്രട്ടറിയുടെ മകനുമായ ഡിവിൻ കെ ദിനകരനെതിരെ ബിനോയ് വിശ്വത്തിന് പരാതി. കട്ടപ്പനയിലെ കർഷകരിൽ നിന്ന് പണം തട്ടിയെടുത്തു, വ്യാപകമായി ഭൂമി നികത്തി പണം തട്ടി എന്നും ആരോപണം. പാലക്കാട്, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ അനധികൃത ഭൂമി ഇടപാടുകളെന്നും പരാതി. AIYF മുൻ ജില്ലാ കമ്മിറ്റി അംഗവും നിലവിൽ പാർട്ടി അംഗവുമായ ബിജോയാണ് ഡിവിനെതിരെ പരാതി നൽകിയത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. വലിയ അഴിമതി തന്നെ ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. ഈ വിഭാഗീയതയുടെ ഒരു ഈറ്റില്ലമാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി വിഭാഗീയത ശക്തമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് CPI സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല. ആ എറണാകുളം ജില്ലയിൽ നിന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ മകനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഡിവിൻ കെ ദിനകരനെതിരെ തന്നെ ഒരു പരാതി വന്നിരിക്കുന്നത്. പരാതി കൊടുത്തിരിക്കുന്നതാകട്ടെ AIYF ജില്ലാ കമ്മിറ്റി അംഗവും ഒപ്പം നിലവിൽ പാർട്ടി അംഗവുമായിട്ടുള്ള ബിജോയാണ്. ബിജോയ് ഇതിൽ പറയുന്ന ഒരു കാര്യം, വ്യാപകമായി ഭൂമി നികത്തി പണം തട്ടിയിട്ടുണ്ട് ഡിവിന്റെ നേതൃത്വത്തിൽ താനും ഡിവിനും അടങ്ങുന്ന സംഘം എന്നുള്ളതാണ്. ഒപ്പം തന്നെ കട്ടപ്പനയിലെ കർഷകരിൽ നിന്നും പണം തട്ടിയെടുത്തു. അത് ആ കർഷകർക്ക് അവരുടെ ഭൂമി പട്ടയം കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു പണം തട്ടിയെടുത്തത് എന്നുള്ളതാണ് ബിജോയുടെ പരാതി. ഒപ്പം തന്നെ എല്ലാ തോട്ടങ്ങളിലും വനവകുപ്പ്, റവന്യൂ വകുപ്പ് തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന പേരിലും പണം തട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. കൂടാതെ ഹൈക്കോടതി AAG ഓഫീസിലെ CPI അഭിഭാഷകനെതിരെ പരാതിയുണ്ട്. അഭിഭാഷകൻ വ്യാജ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഭൂമി തരംമാറ്റി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണ്. കൂടാതെ തിരുമാറാടി പഞ്ചായത്തിൽ ചെങ്കൽമട തുടങ്ങുന്നതിന് കമ്മീഷൻ ചോദിച്ചു എന്നാണ് പറയുന്നത് ഡിവിൻ. അത് 25 ലക്ഷം രൂപയാണ് കമ്മീഷൻ ചോദിച്ചത്. കൂടാതെ 25% ഷെയർ ചോദിച്ചു എന്ന് പറയുന്നു. ബിജോയ് തന്നെയാണ് ഇതിനായിട്ടുള്ള പണം വാങ്ങാൻ തയ്യാറായി നിന്നത്. അഡ്വാൻസ് തുക ബിജോയ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒപ്പം പാലക്കാട്, ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരുന്നു അനധികൃത ഭൂമി ഇടപാടുകളെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വാതി. ശരി സഹിൻ, എന്തായാലും വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ. CPI എറണാകുളത്തിന്റെ ഒരു വിഭാഗീയത കൂടിയാണ് മറനീക്കി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. എറണാകുളത്തെ CPI നേതൃത്വത്തിനെതിരെയാണ് അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്.